ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും മലപ്പുറത്തുനിന്ന് എറണാകുളം എത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണിയായപ്പോഴാണ് എത്തിയത്. അപ്പൊ ഇന്നൊരു ശനിയാഴ്ചയാണ്, സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമും ഷോപ്പിങ്ങും മൊത്തത്തിലുള്ള ഇന്നത്തെ ഒരു ദിവസമാണ് കാണാൻ പോകുന്നത് നമ്മൾ. അപ്പോ കാണുന്നതിന് മുന്നേ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫോറം മാളിലാണ് പോണത്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അച്ഛനും അമ്മയൊന്നും ഫോറം മാളൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പം നമുക്ക് ഫോറം മാളിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ഫോറം മാളിലെ വിശേഷങ്ങൾ കാണാം. മഹാദേവ ക്ഷേത്രം, ഇവിടെ ഒരു മോദകം കിട്ടും. ആര് പറഞ്ഞ കഥ അതൊക്കെ വെറുതെ അങ്ങ് തള്ള. അവന് ഞങ്ങളൊരു ദിവസം പോണെന്നൊക്കെ പറഞ്ഞു നിന്ന് പോയി. അങ്ങനെ നമ്മൾ ഫോറം മാളിലേക്ക് എത്തിയിട്ടോ. കാർ പാർക്കിങ്ങിന് ഞങ്ങൾ P3 വരെ എത്തി. കാർ ഇങ്ങനെ കയറണണ്ട മറ്റേ സർക്കസിലൊക്കെ മരണക്കിണറിൽ വണ്ടി ഓടിക്കണ പോലെയുള്ള ഫീലായിരുന്നു കേട്ടോ. തല ഇറങ്ങുമായിരുന്നു. കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ താഴത്തേക്ക് പോവാണ്. അമ്മക്ക് കുറച്ച് എസ്കലേറ്റർ കയറാനുള്ള പേടിയുണ്ട്, കയറാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്നിവിടെ നിന്ന് സെറ്റ് ആക്കിയിട്ടേ പോകണുള്ളൂ. അല്ലേ ശ്യാമേ? ആണോ ആണോ എന്താ നോക്കണേ? ശ്യാമുടെ സിനിമയ്ക്ക് ടിക്കറ്റ് ഉണ്ടോ നോക്കാണ്. നമ്മൾ താഴത്ത് ഹൈപ്പർ മാർക്കറ്റിൽ പോവാണ്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. നമ്മൾ കുറച്ച് ബുക്ക് സ്റ്റാളിലൊക്കെ കയറി ബുക്കൊക്കെ നോക്കി. പക്ഷേ ശ്യാം ഉദ്ദേശിച്ച ബുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തിരിച്ചിറങ്ങി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. പിന്നെ ഗായ്സ്, ഈ ചക്ക നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതിവിടെ പറയണത് ആഞ്ഞിലി ചക്ക എന്നാണ്. അച്ഛനും അമ്മയും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങളിത് മേടിച്ചു. 2 എണ്ണം മേടിച്ചു. ഇതിനിപ്പോൾ കടയിൽ 2 എണ്ണത്തിന് ഞങ്ങളുടെ നിന്ന് മേടിച്ചത് 91 രൂപയാണ്. ഇതൊക്കെ നമ്മൾ പറമ്പിൽ വെറുതെ വീഴണത് നമ്മൾ കളിക്കാൻ പോകുമ്പോൾ പിറക്കി ഇങ്ങനെ വെറുതെ കഴിക്കും. നമ്മുടെ ചക്കയുടെ ചെറിയൊരു സൈസാട്ടോ ഇത്. ആഞ്ഞിലി ചക്ക എന്നാണ് പറയുക. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ആഞ്ഞിലി കണ്ടോ? അരിഞ്ഞത് കണ്ടോ? മലപ്പുറത്തൊന്നും കിട്ടൂലല്ലോ. കിട്ടൂല. ഇവിടെ ഞങ്ങളെല്ലാം അരിഞ്ഞതായിരുന്നു മേടിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങൾ സിസ്റ്റം മാറ്റി അരിയാത്തത് വാക്കി. തേങ്ങ കിട്ടും ചിരങ്കിയത്. ബാക്ക് ടു സ്കൂൾ അടിപൊളി. സ്കൂളിൽ പോയാലോ? ബുക്ക് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിങ്ങിൽ ക്യാമറ അലൗഡ് അല്ല ഇപ്പോൾ. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് ഫുഡ് കോർട്ടിലെത്തി. ഇനി വീട്ടിൽ പോകണം. ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്നാണ് ഫുഡ്. വീട്ടിൽ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഫോർട്ട് കൊച്ചി പോകണം. വാട്ടർ മെട്രോ അമ്മ കയറിയിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് വാട്ടർ മെട്രോ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഫോർട്ട് കൊച്ചിക്ക് പോവാണ് വാട്ടർ മെട്രോയിൽ. അച്ഛനും ടേക്ക് എ ബ്രേക്കിലിരിക്കുകയാണ്. ആദ്യം ഇരുന്ന് പിന്നെ ഞാനും ഇരുന്ന് എക്സ്പീരിയൻസ് ചോദിക്കാം നമുക്ക് അച്ഛനും അമ്മേനോട്. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? എന്നും ചെയ്യണം അല്ലേ അച്ഛാ? എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായി? നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ടോപ്പാണ്. എന്നും ചെയ്യണം എന്നുള്ളതാണ്. അതെ, എന്നും ചെയ്യണം. അത്ര 1.5 ലക്ഷം രൂപയാ ശ്യാമേ? ഒരു ചെയറിന് 1.5 ലക്ഷം രൂപ. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. മാളിന്ന് ഫുഡ് കഴിച്ചു. ഇനി ഒരു 3 മണിക്ക് ആയിട്ട് വേണം പോകാൻ വേണ്ടി. ഒത്തിരി മാങ്ങയുണ്ടായത് ഞങ്ങൾ എല്ലാവരും കൊടുത്തു തീർത്തതാ. ഇത് ഫുള്ളുണ്ടായി. ഈ കവർ പകുതി ഉണ്ടായി. എൻ്റെ അമ്മയൊക്കെ വന്നപ്പോൾ താഴത്തെ ഉണക്കൊക്കെ കൊടുത്ത് തീർത്തു. ഇത് അമ്മ അച്ഛനും നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന മാങ്ങകളാട്ടോ. എങ്ങനെയുണ്ട് ശ്യാമേ മാങ്ങ? വയറങ്ങ് നിറഞ്ഞില്ലേ? ഫുഡും മാങ്ങയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പോവാണ്. നോക്ക് പൊയ്ക്ക ഇജ് പൊക്ക. ശ്യാമിന്റെ ഓരോ ഭാഷ. തുരും പിടിച്ച കപ്പലോ. നമ്മളെത്തി ഹൈക്കോർട്ടില് വാട്ടർ മെട്രോ കയറാൻ പോവാ.
ഏതാണോ അമ്മ കേറാത്ത വാട്ടർ മെട്രോ അല്ലേ? അത് തിരക്കാട്ടോ, നല്ല തിരക്കാന്ന് പറയാ. നോക്ക്, ക്ഷീണിച്ചോ? ഞങ്ങൾ കേറാൻ പോവാണ്. കുറച്ച് നേരം ക്യൂ നിന്ന്, നല്ല തിരക്കാണ്. ഞാനും ഷ്യാമും ഇതിന് മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് വന്നിട്ടുള്ളൂ, അല്ലാണ്ട് ഇപ്പം ഒന്നും വന്നിട്ടില്ല. അതിപ്പോൾ ഞാൻ വന്നത് 3ാമത്തെ വട്ടം എന്തോ പറയുമ്പോൾ. ഞാൻ കൊച്ചിക്കാരിയാണ്. എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത് കൊച്ചിക്കാരാണ് കൂടുതൽ ഇവിടെ കയറാത്തതെന്ന്. എൻ്റെ ലിസ്റ്റിൽ തന്നെ കുറച്ച് പേരുണ്ട്. പിന്നെ കയറുന്നത് ദൂരേന്ന് വന്നവർ, ടൂറായിട്ടൊക്കെ വരണവരാണ് മാക്സിമം കൂടുതലും ഇതിനകത്ത് കയറിയിട്ടില്ല. പിന്നെ ട്രാൻസ്പോർട്ടേഷന് ആൾക്കാർ കയറിയിട്ടുണ്ടോ, അല്ലാണ്ട് പോയിട്ടുണ്ടാവും. ഫോർട്ട് കൊച്ചി എത്തി, വെറുതെ നടക്കുകയാണ്. നല്ല തിരക്കുണ്ട്. തെരുവിൽ കൂടെ ഇങ്ങനെ നടക്കാം, നല്ല തിരക്കും. ഇന്ന് എൻ്റെ അമ്മയും കൂടി ഉണ്ട് കേട്ടോ കൂടെ. അവിടുത്തെ അമ്മയ്ക്ക് ആഗ്രഹം വാട്ടർ മെട്രോ കയറണം എന്നായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വാട്ടർ മെട്രോ കയറി ഫോർട്ട് കൊച്ചി എത്തി അവിടുത്തെ കാഴ്ചകളും കണ്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. നല്ല തിരക്കുണ്ട്, വെക്കേഷനൊക്കെ ആയതുകൊണ്ടാവും. പക്ഷെ നല്ലൊരു ടൈമിങ്ങിനാണല്ലേ വന്നത്. ഇങ്ങനെ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാണ്. വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടക്കണം. വരുന്ന ഫോർട്ട് കൊച്ചി ഒന്നും കണ്ടിട്ടില്ല, അപ്പൊ കാണട്ടെ വിചാരിച്ചു നടക്കണം. ഇവിടെ കാക്കശല്യം ഉണ്ട് കേട്ടോ. കാക്കക്ക് ഇവിടെ രാത്രി ഇപ്പോഴാണ്. അങ്ങനെയൊക്കെ ഒരു കോണൊക്കെ മേടിച്ച് കഴിക്കാൻ വിചാരിച്ചു ഇവിടെ നിന്നു. എന്തുവാ രസമുണ്ടോ? ബീച്ചിൽ ഒന്നാ ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഇറങ്ങി നിക്കാട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ഈ ഒരു സമയം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഒരു സൺസെറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമിംഗ് ആണ്. നോക്ക്, നല്ല ഭംഗിയില്ലേ. ഞങ്ങളിങ്ങനെ കയറി ഇപ്പൊ സൺസെറ്റിന്റെ ടൈമായിരുന്നു. അങ്ങനെ മെട്രോ കയറുന്ന ടൈമിൽ നല്ല പോലെ കണ്ടു. അമ്മയും ഷ്യാമും കൂടി ഇട്ടാപ്പെട്ടിയാ ആ സാധനം പൊട്ടിക്കാണ്. ഇങ്ങോട്ട് കാണിക്കേ ശ്യാമിട്. ഇവരെല്ലാരും പൊട്ടിക്കാൻ പോണേട്ടാ. അച്ഛൻ പൊട്ടിക്കാൻ പോണേണാ. അച്ഛനിട്ടത് പൊട്ടിയില്ല. എന്തെന്നാ ശ്യാമ ഇതിന് പറയണേ? ഇട്ടാ പൊട്ടിയോ? തലവേദന എടുക്കണം, ചായ കുടിക്കാണ്ട്. ഇനി കാപ്പി കുടിക്കണം. എക്സ്പ്രഷൻ. ഞങ്ങൾ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ബീച്ചിൽ നിന്ന് ഞങ്ങൾ അമ്മേനെ ആക്കി. അമ്മയ്ക്ക് ഒരു കല്യാണം ഉണ്ട്, അപ്പം അമ്മ അതിനു വേണ്ടി പോയേക്കാണ്. അമ്മയും അച്ഛനും ശ്യാമും കൂടെ സ്വർഗം റെസ്റ്റോറൻറ്റിലേക്ക് എത്തി ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ഞെട്ടൂർ ഷാപ്പ് നോക്കി, പക്ഷെ അടച്ചു 8 മണിക്ക്. ഞങ്ങൾ ബ്ലോക്കിൽ നിന്ന് വന്നപ്പോൾ ടൈം കഴിഞ്ഞു, 8:15. ഞങ്ങൾ സ്വർഗത്തിലാണ്. എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ, വിശക്കുന്നു. ഇവിടെ 1/2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുൽഫിയൊക്കെ മേടിച്ച് അച്ഛനും അമ്മയും ചായയൊക്കെ പറഞ്ഞ് ഇവിടെ വെയിറ്റിങ്ങിൽ ഇരിക്കുകയാണ്.
അവിടേക്ക് കള്ളപ്പം, പത്തിരി, ചപ്പാത്തി, ബീറ്റ്പുട്ട്, ഇടിയപ്പം, നൂൽപുട്ട്, പുട്ട്. മുട്ടല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ഫുഡ് ഓർഡർ ചെയ്യാണ്. എത്ര പത്തിരി? അത് കഴിഞ്ഞ് പത്തിരി എപ്പോഴും കിട്ടും പെട്ടെന്ന്. പിന്നെ 2 കള്ളപ്പം. എന്തൊക്കെയാ ഓർഡർ ചെയ്തേ? നമ്മൾ 2 അപ്പം, 10 പത്തിരി, ഒരു കൂന്തൽ റോസ്റ്റ്, ഒരു സ്വർഗം ബീഫ്, പിന്നെ ഒരു ചിക്കൻ വറുത്തരച്ചത്. അതൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കണത്. അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. ഇഷ്ടമായോ അമ്മയ്ക്ക്? ഇഷ്ടമായി. അച്ഛന് ഇഷ്ടമായോ? കായൽ തീരത്തോട്ട് ഭയങ്കര ഇഷ്ടമായി. സ്വർഗത്തിലേക്ക് എത്തിച്ചു. നാളെ 10 ബീഫ്, കൂന്തല്, നമ്മൾ ചിക്കൻ കറി പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടില്ല. വന്നു ഗൈസ്, ടേസ്റ്റ് ഇല്ല, പക്ഷെ ബീഫും മറ്റേതും കൊള്ളാം, കൂന്തലും. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, നമ്മൾ വീട്ടിൽ പോവാണ്. കൂന്തൽ ഫ്രൈ അല്ല, സെമി ഗ്രേവി ആയിരുന്നു. അതും ബീഫ് ഫ്രൈയും ഓക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചിക്കൻ അത്ര ടേസ്റ്റ് ഇല്ല, ഇഷ്ടമായില്ല. ഗൈസ് നമ്മൾ തിരിച്ചെത്തി, കുളിച്ചു, ഇനി ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.